ഹായ് ഫ്രണ്ട്സ്, JNV ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടൊരു അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഈ പ്രായത്തിൽ ചക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും. അവർക്ക് ഇത് ഉപകാരപ്രദമാവും എന്നാണ് കരുതുന്നത്. ഇതൊരു സാമാന്യം വലിയ ചക്കയുടെ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു 8 വറ്റൽമുളക്, തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, അതൊരു 1 ടീസ്പൂൺ, ജീരകം, വെളുത്തുള്ളി. ചെറുതാണെങ്കിൽ ഒരു 3 വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂടുമ്പോൾ രുചി അതുപോലെ കൂടും. അതുപോലെ 3-4 കഷ്ണം ചെറിയ ഉള്ളി, കാന്താരിമുളക്, കറിവേപ്പില. മുളക് കാന്താരി മുളകോ അതുപോലെ പച്ചമുളകോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. വിളയാത്ത ചക്കയാണ് ചക്ക അവിയൽ വയ്ക്കാനായിട്ട് നല്ലത്. അതായത് കൊത്തൻ ചക്ക പരുവമാണ്. അവിയലിന് ചക്ക നമുക്ക് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിൽ ഒരു 6-7 ചക്കക്കുരുവും നീളത്തിൽ നമുക്ക് അരിഞ്ഞ് മുറിച്ചിടാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതും സ്വാദ് കൂട്ടാൻ നല്ലതാണ്. ഇപ്പോൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക കഴുകിയിട്ട് അതിൽ ഈ അരച്ച അരപ്പും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വലിയ ചീനച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത് ചക്ക കുഴഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ചക്ക ഉടഞ്ഞു പോകാതെ ഇളക്കിയെടുക്കണം, അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കടുക് വറുക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിടാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. ഇനി കടുക് വറുത്തത് ചക്കയിൽ ചേർത്തിളക്കി 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ രുചികരമായിട്ടുള്ള ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്.